മടിയന്മാർക്കും പിശുക്കന്മാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി ആട്ടോ ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ ഒരു കസിൻ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഒരാൾ എനിക്ക് റെസിപ്പി പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നോട് പറഞ്ഞു നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ഉണ്ട്, മടിയന്മാർക്കും പിശുക്കന്മാർക്കും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കറി ആട്ടോ, നിനക്ക് വേണമെന്ന്. പിന്നെന്താ, നമുക്കതല്ലേ വേണ്ടത്. ഞാൻ പറഞ്ഞു വേഗം എന്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതൊരിക്കൽ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഉണ്ടാക്കിയിട്ട് റെസിപ്പിയോടെ ഷെയർ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 തക്കാളി, 1 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇതാണ് മടിയന്മാർക്കുള്ള പണി എന്ന് പറഞ്ഞത്. കാരണം ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടെ മിക്സിയിലിട്ട് അങ്ങോട്ട് അരയ്ക്കുക. എന്നിട്ട് ഇതാ നമ്മൾ ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിനങ്ങനെ എണ്ണ ഒരുപാടൊന്നും വേണ്ട. നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടി എടുക്കുന്ന അത്ര എണ്ണയിൽ തന്നെ ഇത് മതി. ഒന്ന് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഒരുപാട് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് അതേ എണ്ണയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ ഉള്ളി, തക്കാളി ഒക്കെ ഇട്ടിട്ടുള്ള ആ പേസ്റ്റും കൂടി ഇട്ടിട്ട് നല്ല പോലെ വഴറ്റിയിട്ട് അതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് തേങ്ങാക്കൊത്തും പിന്നെ പെരിഞ്ചീരകം ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയതാട്ടോ. അതുകൊണ്ട് പെരിഞ്ചീരകം, പിന്നെ മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇത്രയും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ച ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ലപോലെ തിളപ്പിച്ച് അതിനെ ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട്. നമുക്ക് എത്ര ഗ്രേവി വേണോ അത്രയ്ക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ അത് തുറന്ന് അതിലേക്ക് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും കൂടിയാണ് ചേർക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മേലെ ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കറി റെഡി ആട്ടോ.